Hey guys, welcome back. Yes guys, അങ്ങനെ ഞാനും കണ്ടു തഗ് ലൈഫ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് തന്നെയാണ് തഗ് ലൈഫ് കാണാൻ പോയത്. എന്നാലും ഞാനൊരു ആവറേജ് മൂവി ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഒരു ചക്കച്ചവന്തമാനത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഞാൻ തഗ് ലൈഫിൽ പ്രതീക്ഷിച്ചു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മൈൻഡിൽ ആകെ ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ: എന്തിനാണ് ഈ പടത്തിന് ശരിക്കും തഗ് ലൈഫ് എന്ന് പേര്? അപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ പറഞ്ഞത്, എടാ അത് പടത്തിലുള്ളവർ ഉദ്ദേശിച്ചല്ല അവർ ഇട്ടത്, പടം കാണാൻ ചെന്ന നമ്മളെയൊക്കെ ഉദ്ദേശിച്ചാണ് അവർ തഗ് ലൈഫ് ഇട്ടത്. കാരണം 3 മണിക്കൂർ ഈ പടം ഇരുന്ന് കാണണം നമ്മൾ തഗ്ഗല്ലാണ്ട് പിന്നെ എന്താ. ഈ പടം തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കമൽഹാസന്റെ ക്യാരക്ടറായ രംഗരായ ശക്തിവേൽ ഒരു മോണലോഗ് ഡെലിവർ ചെയ്യും. യക്കൂസ എന്നും ഗ്യാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോണലോഗ് ഡെലിവർ ചെയ്യും. അത് ശരിക്കും ഒരു മോണലോഗ് ആയിട്ട് ഒരു തള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ പറഞ്ഞ മോണലോഗിനും പടമായിട്ട് ഒരു യാതൊരു ബന്ധമില്ല. തഗ് ലൈഫിന്റെ സ്റ്റോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു മിക്സ് ഓഫ് ചെക്കച്ചവന്ത വാനം, നായകൻ, ഇന്ത്യൻ ടു, പിന്നെ നമ്മുടെ അജിത്തിന്റെ വിവേകം, അതൊക്കെയാണ് ഇതിന്റെ സ്റ്റോറിയുടെ ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിലോട്ട് വന്ന സമയത്ത് ശരിക്കും ഇന്ത്യൻ ടുവിന്റെ ഒരു മണിരത്നം വേർഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ അങ്ങനെ എല്ലാം മോശം പറയുന്നല്ലോ, കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട്, ഒരു 1994 നടക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലാഷ് ബാക്ക് സീൻ. അത് അത്യാവശ്യം ഡീസെന്റ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. ബട്ട് യെസ് പക്ഷെ ഡീസെന്റ് ആണെങ്കിലും അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ത്രില്ലോ കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്യണ്ടായിരുന്നില്ല ആ സീൻ. പിന്നെ ഇതിന്റെ DOP വർക്ക്സും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത് രവി കെ ചന്ദ്രനാണ്. ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കഴിഞ്ഞിട്ട് പിന്നെ പടം പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ സ്റ്റാർട്ടിങ് നമ്മുടെ STRന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്. അത് കാണുന്ന സമയത്ത് സാഗറിലെ ജാക്കിലെ മോഹൻലാലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനിന്റെ ഒരു കോമഡി വേർഷൻ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ ക്യാരക്ടേഴ്സിനെ എടുത്തു പറയാനാണെങ്കിൽ മിക്ക ക്യാരക്ടേഴ്സും കോമഡിയാണ്. ഇതിൽ പിന്നെ അഭിരാമി പ്ലേ ചെയ്യുന്നത് കമൽഹാസന്റെ വൈഫിന്റെ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരത്തേക്ക് ശരിക്കും ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള റൂമാണ് ഈ ഫിലിമിന്റെ അകത്ത്. പിന്നെ ഇതിന്റെ തൃശ്യുണ്ട്. തൃശ്യ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് പുള്ളിക്കാരത്തി ഈ റോൾ എടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പുള്ളിക്കാരത്തി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ ഫിലിമിന്റെ അകത്ത്. പ്രത്യേകിച്ച് ആ ഒരു എൻ്റയർ പ്ലോട്ട് എടുത്ത് ആ ഫിലിം എടുത്ത് കളഞ്ഞാൽ തന്നെ പടത്തിന്റെ ഒരു 3 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ സേവ് ആയി പടം കുറച്ചുകൂടി ഫാസ്റ്റ് പോകും. കാരണം അത്രയും ഒരു അൺവാണ്ടഡ് റോളായിരുന്നു തൃഷയുടെ ഇതിന്റെ അകത്ത്. പിന്നെ അൺവാണ്ടഡ് റോൾ എന്ന് മാത്രമല്ല, വളരെ വീക്ക് റൈറ്റിംഗ്. ആ ഒരു ക്യാരക്ടറിന് ആ ഫിലിമിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം ഡെലിവർ ചെയ്യാനുണ്ടെങ്കിൽ അത് റൈറ്റിംഗിൽ അത് ഉണ്ടാവണം. അതൊന്നും ഇല്ലാത്ത പക്ഷം തൃഷയുടെ ക്യാരക്ടറും റോളും എല്ലാം ഭയങ്കര വീക്ക് ആയിരുന്നു. ലൈക്ക് ആ ഒരു എൻറ്റയർ പ്ലോട്ട് വേണമെങ്കിൽ ആ ഫിലിമിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാമായിരുന്നു. ആൻഡ് സ്റ്റിൽ ഇറ്റ് വോണ്ട് മേക്ക് എ ഡിഫറൻസ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്ന സാധനം ഇതിന്റെ മ്യൂസിക്കൽ സ്കോറാണ്. ഇതിന്റെ മ്യൂസിക്കൽ സ്കോർ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഒരു നാടക ലെവൽ മ്യൂസിക്കൽ സ്കോറുകൾ കേട്ട് കഴിഞ്ഞത് AR റഹ്മാൻ ആണോ ഇത് കമ്പോസ് ചെയ്തതെന്നുള്ള ഡൗട്ട് വരും. അത്രയും മോശം മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് ഇതിന്റെ അകത്ത് കമൽഹാസനെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുന്ന ഒരു സീനുണ്ട്. അതിന്റെ അകത്തേക്ക് വന്ന മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു നാടകത്തിന് മറ്റു ട്രംപറ്റ് കൂടുന്ന പോലത്തെ മ്യൂസിക് ഇല്ലേ, അതുപോലത്തെ ഒരു മ്യൂസിക്കാണ് ഈ പടത്തിന്റെ അകത്ത് വന്നിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ നമുക്ക് സീനായിട്ട് കണക്ഷൻ ഒന്നും അല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ആ സീൻ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഫിലിമിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അലി ഫസലിന്റെ വില്ലൻ ക്യാരക്ടർ കയറി വരും. പുള്ളിക്ക് ശരിക്കും ഒരു വില്ലൻ എങ്ങനെ ആവുന്നത്, പുള്ളിനൊക്കെ ശരിക്കും ലാസ്റ്റ് പുള്ളിയൊക്കെ മെയിൻ വില്ലൻ പോലെയാണ്. പുള്ളി പടത്തിന്റെ അകത്താണെങ്കിൽ ആകെ കൂടിപ്പോയൊരു 10 മിനിറ്റ് എങ്ങാണ്ടേ പുള്ളി പടത്തിന്റെ അകത്തുള്ളൂ. പുള്ളി ക്ലൈമാക്സ് മറ്റേ മെയിൻ വില്ലൻ പോലെ കാണിക്കുകയാണ്. നമുക്കത് കാണുമ്പോൾ ഭയങ്കര കോമഡിയാണ്. പിന്നെ പുള്ളി വരുന്ന സമയത്ത് ഒരു ജാസ് മ്യൂസിക് പോലത്തെ ഒരു സാധനങ്ങൾ വരും. ആ സീനായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ മ്യൂസിക് കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ അകത്ത് വില്ലനൊക്കെ പോർട്രേ ചെയ്യുന്നത്. വില്ലനൊക്കെ ആ മ്യൂസിക്കിൽ വരുന്ന സമയത്ത് എന്ത് കോമഡി അവസ്ഥയെന്ന് അറിയോ. പിന്നെ STR ആണ് ഇതിൻ്റെ ശരിക്കും ഒരു സെക്കൻഡ് മെയിൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. STR പുള്ളിയുടെ റോളും കാര്യങ്ങളൊക്കെ മര്യാദ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൽ ജോജു ഉണ്ട്. ജോജു ആണെങ്കിലും വലിയൊരു സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നിയൊന്നുമില്ല. ഇത് തോന്നാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനൊന്നും അവർ ഡെവലപ്പ് ചെയ്യുന്നില്ല. നമുക്ക് ആ ഒരു ക്യാരക്ടർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ആവണമെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒന്നുമല്ല ഇവര് ആ ഒരു ഫിലിമിന്റെ അണ്ടർലൈൻ പ്ലോട്ടിനെ ഡെവലപ്പ് ചെയ്യേണ്ടതിന് പകരം അതിന്റെ സൈഡിൽ കൂടെ കുറെ സബ് പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മെയിൻ പ്ലോട്ടിനെ അവരങ്ങോട്ട് ഇല്ലാണ്ടാക്കി. അതായത് ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് തേഴ്സ്റ്റ് ഫോർ പവർ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇവർ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറിനെ ഡെവലപ്പ് ചെയ്യാണ്ടാണ് അവർ ശരിക്കും കുറെ സബ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയാ ആ ഒരു മൊമെന്റത്തിന് അങ്ങോട്ട് കില്ല് ചെയ്ത് കളയുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ വന്ന സമയത്ത് കമൽഹാസനും മറ്റേ മാർവലിന്റെ മൂൺ നൈന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി സൂപ്പർ ഹീറോ കളിയായിരുന്നു. പിന്നെ എന്തൊക്കെയോ ചെയ്ത് അവർ പടം അവസാനിപ്പിച്ചു. സോ ടു എൻഡ് തഗ് ലൈഫ് ഞാൻ എക്സ്പെക്ട്
ചെയ്തതിനേക്കാളും ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഭയങ്കര മോശം കഥ, ഭയങ്കര മോശം ബിജിഎം. ഞാൻ ഓപ്പൺലി പറയുകയാണെങ്കിൽ എനിക്കൊരു റെട്രോ ആണ് ഇതിലും ഭേദം. റെട്രോ വേണമെങ്കിൽ ഒന്നുകൂടി ഇരുന്ന് കാണാം, പക്ഷെ തഗ് ലൈഫ് ഞാൻ ഒന്നുകൂടി ഇരുന്ന് കാണില്ല. സോ ദാറ്റ്സ് തഗ് ലൈഫ് ഫോർ യു. സോ ടേക്ക് കെയർ.